ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. എല്ലാവരും നവോദയയുടെ പ്രിപ്പറേഷൻ നല്ല തകൃതിയായിട്ട് നടക്കുവാണ്. ഈ വെക്കേഷനിൽ നമുക്ക് ഒരുപാട് പോർഷൻസ് അങ്ങ് പഠിച്ച് തീർക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നവോദയയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ സ്കൂളിലെയും ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് നല്ല രീതിയിൽ കവറപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ ആകുമ്പോഴത്തേനും നല്ല റിസൾട്ട്, ഓണം എക്സാംസ് ഒക്കെ ആകുമ്പോൾ നേരത്തെ നിങ്ങളെല്ലാം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സ്കൂളിൽ കിട്ടുമ്പോൾ അതൊരു റിവിഷൻ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അത് കണ്ടിട്ടില്ലെങ്കിൽ വേഗം യൂട്യൂബ് എടുത്തിട്ട് ആ വീഡിയോ കാണണം കേട്ടോ. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിന്റെ ബാലൻസ് ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിക്കേ, ഒന്നും കൂടെയും പറയാണ്, കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ഈ ഒരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്കും ചെയ്യണം, സ്മാർട്ട് വർക്കും ചെയ്യണം കേട്ടോ. വെറുതെ ചുമ്മാ മറിച്ച് നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ മാത്സ് ആയാലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, മെന്റൽ എബിലിറ്റി ആയാലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ലാംഗ്വേജ് പുറകിലേക്ക് ആക്കാമെന്നല്ല, ലാംഗ്വേജിന്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ലപോലെ റീഡിങ് സ്കില്ല് പെട്ടെന്ന് വായിച്ചെടുക്കാനും ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല രീതിയിൽ വായിച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നിങ്ങളുടെ എയിം എന്തായിരിക്കണം? എനിക്ക് നവോദയ സ്കൂളിൽ പഠിക്കണം, നവോദയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം എന്നുള്ളത് തന്നെയായിരിക്കണം നിങ്ങളുടെ എയിം. കളിച്ച് ചിരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഒരുപാട് ആൾക്കാർ എഴുതുന്നതാണ്, ഒരുപാട് സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാമിൽ നിന്ന് നിങ്ങൾ ജയിച്ചാൽ ആ ജില്ലയിലെ 80 പേരാണ്. ആദ്യത്തെ 80 പേരെന്ന് പറയുന്നത് 80 സീറ്റേ ഉള്ളൂ. ഈ 80 പേരെന്ന് പറയുന്ന ജില്ലയിൽ എഴുതിയ എല്ലാ കുട്ടികളുടെയിലും നിങ്ങൾ ഹൈ ടോപ്പ് മാർക്ക് വാങ്ങിയ 80 മെമ്പേഴ്സിനെയാണ് എടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓൾറെഡി നിങ്ങൾക്കറിയാം, റിസർവേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് നമുക്ക് ഈ ഒരു എക്സാമിന്. സോ നല്ലൊരു മാർക്കിൽ സ്കോർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ സീറ്റ് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഈ ഒരു വിജയം എല്ലാവരും കരസ്ഥമാക്കുക കേട്ടോ. അപ്പം നമ്മൾ ചെയ്ത് നിർത്തിയ പാറ്റേൺ കംപ്ലീഷന്റെ തന്നെ ബാലൻസ് ക്വസ്റ്റ്യൻ ആണിത്. പാറ്റേൺ കംപ്ലീഷൻ കേട്ടോ. പാറ്റേൺ കംപ്ലീഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതിനകത്ത് കുറേ സ്ക്വയറുകളും ഉണ്ട് അല്ലേ. നോക്കി, ഏകദേശം 1, 2, 3, 4, നാലാമത്തേത് ഷെയ്ഡഡാ. സോ അത് ഞാൻ ആദ്യം അങ്ങ് വരച്ചു കേട്ടോ. നാലാമത്തേത് വരച്ചു, ദെൻ ഇത് കൊടുത്തു, ഇതിനെയും കണക്ട് ചെയ്തു, ഇതിനെയും കണക്ട് ചെയ്തു. അപ്പം നമ്മുടെ സ്ക്വയറിൽ എന്താ വരേണ്ടത്? ഈ ഒരു പോർഷനിൽ ഷെയ്ഡഡ് ആയിട്ടുള്ള ആളും 1, 2, 3 ഇങ്ങനെ 3 എണ്ണേ വരാവുള്ളൂ. സോ അങ്ങനെയുള്ളത് ഇവിടെ 2 എണ്ണേ ഉള്ളൂ. ഇവിടെ ഷെയ്ഡഡ് ഇല്ല, ഇവിടെ എണ്ണം കൂടുതലാണ്. സോ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് 12th ക്വസ്റ്റ്യനും ഇതിൻ്റെ തന്നെ പാറ്റേൺ കംപ്ലീഷൻ്റെ തന്നെയാണ് 12th ക്വസ്റ്റ്യനും. നോക്കിക്കേ, 12th ക്വസ്റ്റ്യനിൽ എന്താ, നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ, ഓരോ ട്രയാങ്കിൾസിൻ്റെ ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിൻ്റെ ഈ ഒരു കോർണർ ഭാഗം എവിടെയാ? ഈ സെൻറ്റർ പോർഷനിലേക്കാണ് അല്ലേ. അതെ, ഈ സെൻറ്റർ പോർഷനിലേക്കാണ് വരുന്നത്. അപ്പം ഇവിടെ വരയ്ക്കുമ്പോഴും നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇതിൻ്റെ സെൻറ്ററിലേക്ക് പോകുന്ന രീതിയിൽ വരയ്ക്കണം. ഇനി ഇതെങ്ങനെയാണ്? അത് ഈ ഒരു ലൈൻ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്, ഒരു സ്ക്വയർ. ഇതിലാണ് നമുക്ക് എന്ത് വരുന്നത്? അടുത്ത ആള് വരുന്നത്. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ, 2 ട്രയാങ്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന രീതിയിൽ വരണം. അതേപോലെ അവിടെ ഒരു ലൈനും ഉണ്ടാവണം. ഇവിടെ ലൈൻ ഉണ്ട്, ട്രയാങ്കിൾസിന് ഇല്ല. ഇവിടെയാണെങ്കിൽ തിരിഞ്ഞു പോയി. ദെൻ ഇവിടെയാണെങ്കിലോ ഒരേ ഡയറക്ഷനിലേക്ക്. ഇവിടെ നോക്കിക്കേ, ഒരു കുഞ്ഞു ട്രയാങ്കിള് സെന്ററിലേക്ക്, അതേപോലെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ദേ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ആ ലൈനും ഉണ്ട്. സോ നമുക്ക് ഏതാണ് ആൻസർ പറയുന്നത്? ഓപ്ഷൻ സി ആണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫിഗർ സീരീസ് കംപ്ലീഷൻ ആണ്. ഫിഗർ സീരീസ് കംപ്ലീഷൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ ആണ്. ഫിഗർ സീരീസ് കംപ്ലീഷൻ. ഫിഗർ സീരീസ് കംപ്ലീഷൻ. ഫിഗർ സീരീസ് കംപ്ലീഷനിൽ ഓരോ ശ്രേണികളായിട്ടാണ് പോവുക. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഓരോ സർക്കിളായിരുന്നു, പിന്നെ 2 ആയി, പിന്നെ 3 ആയി, പിന്നെ 4 ആയി. അടുത്ത എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇവിടെ ഓരോന്ന് ഇൻക്രീസ് ആയി പോവാം.
ആദ്യം 1 ആയിരുന്നു, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, പിന്നെ ഈ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു, ദെൻ അതിൻ്റെ കൂടെയും എന്ത് ആഡ് ചെയ്തു, 1 ആഡ് ചെയ്തു. ഇനി അടുത്തത് ചോദിച്ചാൽ അവിടെ 1 2 3 4 5 5 ഉണ്ടാവും. 1 ആഡ് ചെയ്ത് പോവാണ്. സോ ഇതേപോലെ ഒരു സീരീസ് ആയിട്ട് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫിഗർ സീരീസ് കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ലൈൻസും ഉണ്ട് ആരോസും ഉണ്ട്. ഒരു ആരോയിനെ എടുക്കാം. നമുക്ക് ഈ ഒരു ആരോയിനെ എടുക്കാം. ഈ ഒരു ആരോയിനെ എടുക്കുവാണെങ്കിൽ അത് അടുത്ത ഫിഗറിൽ മുകളിലാണ്. സോ ഇത് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാള് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇത് എന്ത് ഡയറക്ഷൻ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡയറക്ഷൻ പഠിക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പം എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞാണ് വന്നത്, തിരിഞ്ഞാണ് വരുന്നത്, ഇങ്ങനെ തിരിഞ്ഞാണ് പോകുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറയാം, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുമെന്ന് പറയാം അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഡയറക്ഷനിലാണ് എന്ത് പോകുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്നും പറയാം, എന്ത് പറയാൻ പറ്റും, ഇല്ല, ആൻറ്റി ക്ലോക്ക് വൈസിൽ തന്നെ പഠിക്കുക. അത് ഇങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് വെച്ചാൽ ആരോ മാർക്ക്. അപ്പം ഈ ആരോ മാർക്ക് ഇവിടെ വന്നു, നേരെ അത് അടുത്തതിലേക്ക് വന്നു. ഇപ്പം ഈ ആരോ മുകളിൽ വന്നു ടോപ്പിൽ, ദെൻ അതെന്ത് വന്നു, നേരെ നമ്മുടെ ലെഫ്റ്റിലേക്ക് വന്നു. ഇനി അത് എങ്ങോട്ട് പോകണം, റൈറ്റിലുണ്ട്, ടോപ്പിലുണ്ട്, ലെഫ്റ്റിലുണ്ട്. അടുത്തത് ഡൗൺ പാർട്ടിൽ വരണം. ഡൗൺ പാർട്ടിൽ ഇത് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ നോക്കുക. അത് ഏതാണ് ഓപ്ഷൻ, 4ാമത്തെ ഓപ്ഷൻ. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഫിഗർ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 14ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യം നമുക്ക് ഒരു ലൈനും ഇതും തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ. രണ്ടാമത്തേതിലായപ്പോഴത്തേനും ഇതിൻ്റെ കൂടെ ഒരു ലൈനേ ആഡായിട്ടുള്ളൂ. ആദ്യത്തെ ഫിഗറിൻ്റെ കൂടെ ഒറ്റ ഒരു ലൈനേ ആഡായിട്ടുള്ളൂ. കണ്ടോ, ഒറ്റ ഒരു ലൈനേ ആഡായിട്ടുള്ളൂ. ഒരു ലൈൻ മാത്രം, അതവിടെ എഴുതി വെക്കാം, ഒരു ലൈൻ മാത്രമേ ആഡായിട്ടുള്ളൂ. ഇനി അടുത്തതിലേക്ക് വന്നപ്പോൾ എന്താ, നമ്മുടെ ഈ ഫിഗർ അങ്ങനെ തന്നെയുണ്ട്. ഈ ഫിഗർ അങ്ങനെ തന്നെ വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ഒരു ലൈനും ഒരു ട്രയാങ്കിളും കൂടി ആഡ് ചെയ്തേ. അപ്പം അവിടെ ഒരു ലൈൻ 1 ട്രയാങ്കിൾ ആഡായി. ഇനി അടുത്ത ഫിഗറിൽ ഇനി ഇത് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് മേ ബി ഇങ്ങനെ പറയാം, ഒരു ലൈൻ ട്രയാങ്കിൾ. അപ്പോൾ ഒന്നെങ്കിൽ ഒരു ലൈൻ 2 ട്രയാങ്കിൾ, അല്ലെങ്കിൽ 2 ലൈൻ 1 ട്രയാങ്കിൾ, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നും നമുക്കില്ല. നമുക്ക് എന്താ അടുത്ത പാറ്റേൺ എന്താ വരുന്നേ, ഇത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതിൽ ഏത് വരാം എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഏത് വരാൻ കഴിയും, നമുക്ക് മുകളിലേക്ക് പോകുന്ന ഒരു സീരീസ് നമുക്ക് ഇവിടെ ഇല്ല, താഴത്തേക്ക് വരുന്നതാണ് വേണ്ടത്. അപ്പം എന്തായിരിക്കും അവിടെ, താഴത്തേക്ക് ഒരു ലൈൻ ഒരു ട്രയാങ്കിൾ, ഒരു ലൈൻ, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ 1 2 1 2 1 2 അങ്ങനെ പറയില്ലേ. ആദ്യം ഒരു സർക്കിള്, പിന്നെ 2 സർക്കിൾ കൊടുത്തു, പിന്നെ ഒരു സർക്കിളാണോ ഉള്ളതെങ്കിൽ പിന്നെ 2 സർക്കിൾ ആയിരിക്കും, പിന്നെ ഒരു സർക്കിൾ, പിന്നെ 2 സർക്കിൾ, ആ ഒരു രീതിയിൽ പോകണം. അപ്പോൾ ഒരു ലൈൻ ഒരു ട്രയാങ്കിൾ, ഒരു ലൈൻ. അടുത്തത് വരുമ്പോൾ എന്തായിരിക്കും, ഒരു ലൈനും ഒരു ട്രയാങ്കിളും അപ്പോൾ വരും. കണ്ടോ, അപ്പോൾ അടുത്ത ഒരു ഇത് നമുക്ക് വരയ്ക്കുവാണ് എങ്കിൽ ഇവിടെ 1 2 ഒരു ലൈനും ഒരു ട്രയാങ്കിളും. ഇതായിരിക്കും നമ്മുടെ 5ാമതൊരു 1 2 3 4 5 5th ഫിഗർ ആയിട്ട് ഇനി ഒന്ന് ചോദിച്ചാൽ അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഫിഗർ സീരീസ് കംപ്ലീഷൻ വരുന്നത് കേട്ടോ. ദെൻ അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ആദ്യമേ നമുക്ക് സർക്കിൾ ഇരിക്കുന്നത് ഇവിടെ. ഇനി ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേളിലേക്ക് ചാടിയപ്പോൾ അടിയിൽ ഒരെണ്ണം കൂടെ വന്നു. അപ്പം എന്തായി, ഇവിടെ നമുക്ക് 2 ഷേപ്പേ ഉണ്ടായിരുന്നുള്ളൂ, 2 ഷേപ്സ് ഉള്ളിൽ കേട്ടോ, 2 ഷേപ്പ്. ഇപ്പുറം വന്നപ്പോൾ അതെന്തായി, 3 ഷേപ്പായി. അടുത്തതിലേക്ക് ചാടിയപ്പോഴത്തേനും അവിടെ 4 ഷേപ്പ് വന്നു. അപ്പം അടുത്തത് ചാടുമ്പോൾ എന്താ, 2 ആയി 3 ആയി 4 ആയി. അടുത്തതിൽ വരുമ്പം 5 ഷേപ്പാണ് അവിടെ കാണുന്നത്. അപ്പം 5 ഷേപ്പ് ഉള്ളിൽ വരുന്ന ആൾക്കാരെ നോക്കണം. ഇവിടെ 3 ഉള്ളൂ. ഇവിടെ 1 2 3 4 5 ഉണ്ട്. 1 2 3 4 5, 1 2 3 4 5. ഇനി നമുക്ക് നോക്കേണ്ടത്, ഇത് ചാടി വന്നപ്പോൾ ആദ്യം എയിലായിരുന്നു, പിന്നെ അത് ബിയിലേക്ക് മാറി, പിന്നെ അത് എടുത്ത് വന്നപ്പോൾ ഇവിടെ സിയിലേക്ക് മാറി. അപ്പം അടുത്തത് എവിടെ വരണം, താഴെ ഡിയിൽ വരണം. താഴെ ഡിയിൽ വരുന്ന ഒരു ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനും ഫിഗർ സീരീസിൻ്റെ തന്നെയാണ്. നമുക്ക് ഒരു ഫിഗർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ഫിഗർ. അടുത്തതിൽ വന്നപ്പോൾ എന്തായി, അത് 2 ആയിട്ടുണ്ട്, അത് 2 ആയിട്ട് തന്നു. അടുത്തതിൽ വന്നപ്പോൾ അതെന്തായി, അത് 3 ആക്കിയവർ. 3 ആക്കി. അപ്പം അടുത്തത് വരുമ്പോൾ എന്താവണം, അത് 1
2 3 ഇതിൻ്റെ കൂടെ 1 കൂട്ടുകയാണ് ചെയ്തത്, ഇതിൻ്റെ കൂടെ 1 കൂട്ടുകയാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പം 4 ആൾ വരണം. 4 ആൾ വരണമെങ്കിൽ 1 2 3 4 ഇങ്ങനത്തെ 4 ഓപ്ഷൻ വരുന്നത് നമ്മുടെ ഓപ്ഷൻ സിയിലാണ്. നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതാണ് അനലോഗി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. അനലോഗി പാർട്ടിലെ ക്വസ്റ്റ്യൻ. അനലോഗി എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. റിലേഷൻസ് വെച്ച് നോക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അനലോഗി എന്ന് പറയുന്നത്. അപ്പൊ ഈ അനലോഗി പാർട്ടില് നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? നമുക്കിവിടെ 1 2 3 ആരോസും 2 ഡോട്ടും ആദ്യം തന്നിട്ടുള്ളത്. ഇനി ഇതിനെ എന്താ ചെയ്തിരിക്കുന്നത്? നേരെ അവർ അപ്പുറത്തേക്ക് അങ്ങ് തിരിച്ചു. നേരെ അങ്ങ് ഇതിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു പോർഷൻ നേരെ അപ്പുറത്തേക്ക് തിരിച്ചു. അപ്പുറത്തേക്ക് തിരിക്കുമ്പം ഈ ലൈൻ നേരെ പോകുന്നു. 2 ഡോട്ട്സ് നമുക്ക് ഇവിടെ വരുന്നു. ഇനി ഈ ഒരു ആരോ എന്തായി? അപ്പുറം വന്നപ്പോൾ 2 എണ്ണേ ഉള്ളൂ. 3 എന്നുള്ളത് 2 ആയി മാറി കേട്ടോ. 3 എന്നുള്ളത് 2 ആയി മാറി. അപ്പൊ ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ ആൾക്കാരെ തന്നിരിക്കുന്നത് 1 2 3 ആൾക്കാരെയും താഴത്തേക്കുമാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ താഴത്തേക്കാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സ്റ്റെം ഇരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ തിരിക്കുന്നത്. അപ്പൊ ഇതിനെ നേരെ താഴത്തേക്ക് കൊണ്ടുവരണ്ടേ? നേരെ താഴത്തേക്കാണ് ഇതിനെ കൊണ്ടുവരേണ്ടത്. അപ്പൊ നോക്കിക്കേ, 1 2 3 ആൾക്കാര് സ്റ്റെമ്മും ഉണ്ട്. അപ്പൊ ഇതിനെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? സ്റ്റെമ്മ് നേരെ ഇങ്ങോട്ട് പോരുക. ഇവിടെ 2 ഡോട്ട്. ഇനി ഇത് എന്താവണം? 3 എന്നുള്ളത് എന്താവണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്? 2 ആവണം. കണ്ടോ, 2 ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഇത് മിറർ ഇമേജ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഏതാ? മിറർ ഇമേജ് വെച്ചിട്ടാ. പറ്റത്തില്ല. മിറർ ഇമേജ് ആണെങ്കിൽ ഇവിടെയുള്ള ആൾ തന്നെ ഇവിടെയും വരണം. അത് വന്നിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് ഇവിടെ മിറർ ഇമേജ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അത് നിങ്ങൾ ഓർത്ത് മനസ്സിൽ വെക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യനും അനലോഗി ടൈപ്പിൽ തന്നെയാണ്. ബേസിക് ക്വസ്റ്റ്യൻ, അനലോഗിയിലെ ബേസിക് ക്വസ്റ്റ്യൻ. പുറമേ ഉള്ള ആള് സ്ക്വയർ ആണ്, ഉള്ളിൽ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഉള്ളിൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്ന് പറയും. പുറമേ ഉള്ള ആൾ എക്സ്റ്റീരിയർ, ഉള്ളിലുള്ള ആൾ ഇന്റീരിയർ. അപ്പൊ എന്തായി? ഇവിടെ ഉള്ളിലുള്ള ആൾ എങ്ങോട്ട് പോയി? ഉള്ളിലുള്ള ആൾ പുറമേയും പുറമേ ഉള്ള ആൾ ഉള്ളിലേക്കും പോകുന്നു. ചേഞ്ച് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താ? സ്ക്വയർ ആണ് ഉള്ളിലുള്ളത്. അപ്പൊ സ്ക്വയർ എന്താവണം? വലുതായിട്ട് വരണം. പുറമേ ഉള്ള സർക്കിൾ കുഞ്ഞതായിട്ട് പോകണം. അപ്പൊ അത് ഏത് ഓപ്ഷനിൽ വരും? ഓപ്ഷൻ എയിൽ നമുക്ക് വരും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതും നമുക്ക് അനലോഗി പാർട്ടിൽ തന്നെയാണ്. നോക്കിക്കേ, നമുക്കിവിടെ ആരോസ് ഒരുപാടുള്ളത് കൊണ്ട് 2 എണ്ണം നമുക്ക് ഇതിനെ ഒന്ന് എടുക്കാം. ഇതിന് നമുക്ക് നോക്കാം. നോക്കിയേ, ഇതിനെ ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ 1 ആമത് ഇവിടം വരെ തിരിച്ചു. ഇവിടെ തിരിച്ചത് ഇവിടെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് തിരിച്ചത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ഫിഗറിനെ എടുക്കാം. ഈ ഫിഗർ ഇതിനെ നേരെ മുകളിൽ കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ വരും? ഇങ്ങനെയാണ് വരിക. നേരെ മുകളിൽ വരുമ്പോൾ ഇങ്ങനെ വരും അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ളൊരു പടം ഏതാണെന്ന് നമ്മൾ നോക്കണം. അങ്ങനെയുള്ളൊരു പടം ഏതാ വരുന്നേ? ഏത് പടാ വരണേ? ഈ ഒരെണ്ണം ഉള്ളത് ഓപ്ഷൻ എയിൽ മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നിലും ഇല്ല. സോ നമുക്ക് എന്ത് പറയാം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ ഒരു രീതിയിൽ വേണം റിലേഷൻ കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അനലോഗിയിൽ. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മുടെ ആദ്യം ഇപ്പൊ ചെയ്ത ഒരെണ്ണം കുറയുന്ന 6 മാർക്കിൽ ഒരെണ്ണം ക്വസ്റ്റ്യൻ ആയിട്ടും ഡൗട്ട് വരുന്നതാണ്. മിറർ ഇമേജ് യൂസ് ചെയ്ത് ഇവിടെ നോക്കിക്കുക. ഈ ആദ്യത്തെ ഫിഗറിന്റെ കറക്റ്റ് മിറർ ഇമേജ് ആണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു മാറ്റവും ഇല്ല. കാരണം ഇങ്ങനൊരു റെക്റ്റാങ്കിൾ വരച്ച് അതിനെ ഹാഫ് ആക്കി ലൈൻ കൊടുത്തു, ട്രയാങ്കിളും കൊടുത്തു. ഇവിടെ ഷെയ്ഡഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെയും ഷെയ്ഡഡ് കൊടുത്തു. സോ ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ കാണുമ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ അങ്ങനെ തന്നെ വരും. പിന്നെ കറക്റ്റ് ഒരു സെൻറ്റർ പാർട്ടീഷനും ഉണ്ടാവും. ഇനി എന്താ വരണ്ടേ? ഇത് ലെഫ്റ്റിലുള്ള റൈറ്റിലുള്ള ആൾ ലെഫ്റ്റിൽ വരണം. സോ ഇതിവിടെയും ട്രയാങ്കിൾ ഇങ്ങനെയും വരും. ഇനി ട്രയാങ്കിളിൻ്റെ അവിടെയാണ് ഒരു ഷെയ്ഡിങ് അല്ലേ? അപ്പം അതെന്ത് വരും? ഇവിടെയുള്ള ആൾ നേരെ അപ്പുറം പോകും. ലെഫ്റ്റിലുള്ള ആൾ റൈറ്റിലും വരും, റൈറ്റിലുണ്ടായിരുന്നയാൾ ലെഫ്റ്റിലും വരും. കണ്ടോ?
കറക്റ്റ് മിറർ ഇമേജ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പം അടുത്ത ഫിഗറിൻ്റെയും എന്ത് തന്നെയായിരിക്കും നമ്മൾ കാണേണ്ടത്? മിറർ ഇമേജ് കാണേണ്ടത്. അടുത്തൊരു ഫിഗർ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ കാണുമ്പോൾ ഇതിന് നമുക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. ഇതിങ്ങനെ തന്നെയാണ് വരുന്നത്. ഇവിടുന്ന് മുകളിലോട്ട് വരുന്നു, ദെൻ ഇതിങ്ങനെ തന്നെ വരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ എവിടെയുള്ളതെന്ന് നമ്മൾ നോക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ നിലവിൽ ഇവിടെ വരുന്നത് എയ്ക്കും സിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെയുള്ള ഇത് ലെഫ്റ്റിലുള്ള ആൾ റൈറ്റിലാണ് വരണ്ടേ. അപ്പം ഇത് ഇവിടെ വരും കേട്ടോ. ഷെയ്ഡിങ് നമുക്ക് ഇവിടെ വരും. ഇനി റൈറ്റിലുള്ള ആളുടേത് ലെഫ്റ്റിൽ വരണം, ഇവിടെ വരും. സോ നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ CC+ൽ നവോദയ 6th അഡ്മിഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആപ്പ് ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എങ്കിൽ കൂടി നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. നമുക്ക് എക്സ്പേർട്ട് ഫാക്കൽറ്റീസും മെൻറ്റർ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എക്സാമിന് നിങ്ങൾക്ക് എന്ത് വേണം? സ്കൂളിലുള്ള മൊത്തം സിലബസ് ഒന്നും നമുക്ക് നവോദയ എക്സാമിനില്ല, എന്നാൽ സ്കൂളിലില്ലാത്ത കുറച്ച് പോർഷൻസും ഉണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും തന്നിട്ടായിരിക്കും നമ്മുടെ ബാച്ച് ക്ലാസ്സസ് പോകും. അപ്പോൾ നമ്മുടെ ബാച്ച് ക്ലാസ്സസിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് 9496949929 വിളിക്കുക. അപ്പോൾ അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. ഇനി നിങ്ങൾ ഫാക്കൽറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് പേരൻസിന് സംസാരിക്കണം, ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് ഇന്ന ഫാക്കൽറ്റീസിനെ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. ആനന്ദ് സാറിനെ അല്ലെങ്കിൽ ആരെയാണോ അവരെ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണക്ട് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ചോദിച്ചിട്ട് നമ്മുടെ ബാച്ച് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, 9496949929 വിളിച്ച് എൻക്വയറി എടുക്കുക. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാതെ ഇത് കണ്ടവർ തീർച്ചയായിട്ടും ആദ്യത്തെ വീഡിയോസ് കാണുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. മഞ്ചി പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും നവോദയ എഴുതി ഒന്ന് നോക്കട്ടെ. കാരണം നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് കേട്ടോ. അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അല്ലേ? ഉറപ്പാണ്, നല്ല റിസൾട്ട് കിട്ടും. സോ എല്ലാവരും നല്ല പോലെ പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് സാർ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.